ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ നോമ്പിലേക്ക് ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാൻ സമൂസയും കട്ട്ലറ്റും ആണ് കേട്ടോ ഫ്രോസൺ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം സവാളയും സാധനങ്ങളും എടുക്കണോ അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അധികം സവാള എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോമ്പിന് മുന്നേ സവാളയൊക്കെ വഴറ്റി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു വീഡിയോ, ഗ്രേവി ടൈപ്പ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സവാള ഈ ഒരു പരുവത്തിൽ വഴന്ന് കിട്ടാൻ കുറച്ചധികം സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ മൂടി വെച്ചും അല്ലാതെയൊക്കെ ഒരുപാട് നേരം ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാക്കി എടുത്തത്. കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്നാക്സിന് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു വേവ് എത്തുമ്പോൾ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ ക്യാരറ്റും ഒന്ന് നല്ലതുപോലെ വാടുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചിക്കനും കൂടി ഇട്ടതിന് ശേഷം ഉപ്പ് പാകത്തിനായോ എന്ന് നോക്കുക. അതിനുശേഷം ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഗരം മസാല പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട്ലറ്റിന് ആവശ്യമുള്ളത് മാറ്റി വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടറ്റോ സ്മാഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. പൊട്ടറ്റോ സ്മാഷ് ചെയ്തതിലേക്ക് കട്ട്ലറ്റിന് ആവശ്യമുള്ളത് മാത്രം കുറച്ച് മാറ്റി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ ഇടാത്തത് നമ്മൾ സമൂസ ലീഫിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള സമൂസകളൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും സമൂസ ലീഫിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് അറിയായിരിക്കും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു മൈദയുടെ മിക്സ് കലക്കിയത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ സമൂസ മുഴുവനായിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത് സിപ്ലോ കവറിലാക്കിയിട്ടാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിപ്ലോ കവർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കവറ് ലോക്ക് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഇതുപോലെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. ഈ സിപ്ലോ കവറിലാവുമ്പോൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ തന്നെ അത് വിട്ട് പോരും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിപ്ലോ കവറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ സിപ്ലോ കവറിൽ സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ കട്ട്ലറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ചേർത്തിട്ടുള്ള ആ മിക്സാണ് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ടയ്ക്ക് പകരമാണ് കേട്ടോ മൈദയിലാണ് ഞാൻ മുക്കുന്നത്. മൈദ ലൂസാക്കി കലക്കിയതിന് ശേഷം അതിലാണ് കേട്ടോ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് റസ്ക് പൊടിച്ചതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി നമ്മൾ റസ്ക് കോട്ട് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി മൈദയിൽ മുക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി റസ്ക് പൗഡറിൽ മുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ഞാനെല്ലാം തന്നെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈദ കലക്കുമ്പോൾ ഒരുപാട് കട്ടിയാവാതെ ലൂസായിട്ട് കലക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള കട്ട്ലറ്റിൻ്റെ മിക്സ് എല്ലാം ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്തതിന് ശേഷം മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി ഇതുപോലെ മാറ്റി വയ്ക്കുക. ഞാനെല്ലാം തന്നെ ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ സിപ്ലോ കവറിലല്ല സ്റ്റോർ ചെയ്യുന്നത്, ഇത് ബോക്സിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ബോക്സിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എല്ലാം തന്നെ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സമൂസയും കട്ട്ലറ്റും മാത്രമാണ് കേട്ടോ ഇപ്രാവശ്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളത് കൂടി എനിക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വീഡിയോ ഇടാൻ ഞാൻ സമയം കിട്ടിയാൽ ഇടാം. അപ്പോൾ എല്ലാം ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റോർ ചെയ്യുന്ന പാത്രം ഏതാണോ അതെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. സിപ്ലോ കവറിലും സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പാത്രത്തിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഓരോ കട്ട്ലറ്റായിട്ട് ഇതുപോലെ എടുത്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക. എന്നിട്ട് വേണം അതിൻ്റെ മുകളിലുള്ള ലെയർ വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈർപ്പം തട്ടാതിരിക്കും. എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇനി വെക്കുമ്പോൾ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ മുകളിൽ വെച്ചതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്.
അങ്ങനെ ഞാൻ 2 ബോക്സിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഞാൻ സിബ്ലോ കവറിൽ തന്നെയാണ് കേട്ടോ സൂക്ഷിച്ച് വയ്ക്കുന്നത്. സിബ്ലോ കവറിൽ നമ്മൾ സമൂസ വെച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അധികം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബോക്സിൽ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് സിബ്ലോ കവറിൽ സ്റ്റോർ ചെയ്യാനായിരിക്കും കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ കട്ട്ലറ്റും വെച്ചതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അടച്ചു വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ കട്ട്ലറ്റും സമൂസയൊക്കെ എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നതെന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ.